അതെ, ഇന്ന് ലോകമെമ്പാടും കൊഴുക്കട്ട ശനി ആചരിക്കുന്ന ദിവസമാണ്. അങ്ങനെ നമ്മളും ഉണ്ടാക്കി കൊഴുക്കട്ട. ഇത് കണ്ടില്ലേ. ഈ കൊഴുക്കട്ട ശനിയുടെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പെസഹായ്ക്ക് 6 ദിവസം മുൻപേ യേശുക്രിസ്തു ജെറുസലേം ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ ലാസറിൻ്റെ വീട് സന്ദർശിച്ചായിരുന്നു. ലാസറിൻ്റെ സഹോദരിമാർ ഈശോയുടെ സന്ദർശനം പ്രമാണിച്ച് അവിടെ ഒരു വിരുന്നൊരുക്കി. അന്ന് അവർ ചെയ്തത് പൊടി കുഴച്ച് ഒരു മധുരമുള്ള വിഭവം ഉണ്ടാക്കി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ന് നമ്മൾ ഈ കൊഴുക്കട്ട ശനിയാഴ്ചയായിട്ട് ആഘോഷിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കൊഴുക്കട്ടയുടെ ആ ഒരു റെസിപ്പിയിലേക്ക് പോയാലോ. കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അജ്മിയുടെ റൈസ് പൗഡറാണേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. ഈ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഈ ഉപ്പും ഈ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി ഒഴിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. നല്ല ചൂടായതുകൊണ്ട് നമുക്കൊരു സ്പൂൺ വെച്ച് തന്നെ ഇളക്കിയെടുക്കാവേ. ഈ ചൂടുവെള്ളം നിങ്ങൾ കുറച്ച് ഒഴിച്ചാൽ മതിയേ, കാരണം ഇത് നമ്മൾ കുഴച്ച് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലൂസാകാനും പാടില്ലേ. ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണേ. ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. നമുക്കിനി കൊഴുക്കട്ടയ്ക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാവേ. ഞാൻ എടുത്തിരിക്കുന്നത് കോഴിക്കോടൻസിൻ്റെ നല്ല ശർക്കരയാണ്, ശർക്കര പൊടിയാണ് ഇത്. ഇതിലേക്ക് ഒരു അല്പം ചൂടുവെള്ളം കൂടെ ഒഴിക്കുകയാണേ. ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് മെൽറ്റാക്കി ഇടും കേട്ടോ. ഈ ശർക്കര ഒന്ന് അലിഞ്ഞു വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയതിടാവേ. നമ്മുടെ സ്വന്തം കേരയുടെ തേങ്ങ ചിരകിയതാണേ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഈ ശർക്കരയിലെ അല്പം ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമ്മുടെ ആ മാവിനുള്ളിലേക്ക് സ്റ്റഫ് ചെയ്യാവേ. ഒരു ചെറിയ ബോളായിട്ട് എടുത്താൽ മതി കേട്ടോ. ഈ ഒരു വലുപ്പത്തുള്ളൊരു ബോൾ നമ്മുടെ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാവേ. അതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കാവേ. ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഓരോ ബോളായിട്ട് ഫസ്റ്റ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഉരുട്ടിയെടുത്തിരിക്കുന്ന ഈ കൊഴുക്കട്ട നമുക്ക് ആവി കയറ്റാൻ വേണ്ടി വയ്ക്കാവേ. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ കൊഴുക്കട്ട നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി. നല്ല ചൂടാണ്. ഇത് കണ്ടില്ലേ, ആ ഒരു ശർക്കരയും ആ തേങ്ങയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇതെങ്ങനെ കൊണ്ട് എടുക്കണം അങ്ങോട്ട്. ഒരു രക്ഷയില്ല. വേറെ ലെവലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മുടെ ആ പഴയ രുചികളൊക്കെ നിങ്ങളൊന്ന് ആസ്വദിക്കണം കേട്ടോ. ഒരു രക്ഷയില്ല.